നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വിഷു എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഇന്നത്തെ വിഷു എപ്പിസോഡ്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്നലെ പറഞ്ഞതാണ്, പക്ഷേ വീണ്ടും എല്ലാവരും സേഫായിട്ട് പടക്കൊക്കെ പൊട്ടിച്ചൊക്കെ വളരെ സൂക്ഷിച്ച് പൊട്ടിച്ചെന്നിരിക്കും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ മേലേക്ക് വിട്ട ഡോ എന്നുള്ള സാധനം താഴെ പോയി പൊട്ടിയൊരു വീഡിയോ. അതായത് ഞങ്ങളൊരു വിഷുവിൻ്റെ ഒരു കോമഡി ഉണ്ടായത്. ജസ്റ്റ് കഴിച്ചിട്ടായി, ബാക്കി എല്ലാം സേഫാണ്, വിഷു ഒന്നുമില്ല, ഉഷാറായിട്ട് പോകണം അല്ലേ ഇതും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. വലിയ ഒരു മാരക ട്വിസ്റ്റ് അല്ലേ, എപ്പിസോഡ് 6 സീസൺ 6 ഒരു മാരക ട്വിസ്റ്റ് നടന്നിട്ടുള്ള എപ്പിസോഡാണെന്ന്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ടോപ്പിക്കാണ് ഡിസ്കഷൻ എടുത്ത്, പക്ഷെ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലാണ് ആ ഒരു ഡിസ്കഷനും ആ ഒരു ചോദ്യം പോയി എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം. അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും എങ്ങനെയാവും അറിയില്ല. ഈ ജാസ്മിൻ ഗബ്രി കോംബോനെ കുറിച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാനത് കണ്ടിട്ട് നമ്മൾ റിവ്യൂ ചെയ്തവരാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ കോംബോ, അവരുടെ കാണിക്കലൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് തോന്നിയ ഒരു തോന്നൽ എന്താന്ന് വെച്ചാൽ, അത് എത്ര പേർക്ക് അങ്ങനെ തോന്നിയെന്ന് അറിയില്ല. ഗബ്രീനെ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, മറ്റുള്ളവരെങ്ങനെയാ പറയാന്നറിയില്ല. ഗബ്രീനെ ശരിക്കും അങ്ങോട്ട് എന്താ പറയാ ബലിയാടാക്കി ഇട്ടുകൊടുത്തു. ജാസ്മിൻ അവിടെ ക്ലിയർ ആയി. അതായത് ജാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒന്നും അറിയാത്തൊരു കുട്ടി, അവളെ കൺഫ്യൂസ്ഡ് ആക്കി ഗബ്രി. ഒന്നും അറിയില്ല അവൾക്ക്. അവളെ അപ്പൊ അത്രയും കാലം അവളുടെ ഉണ്ടായിരുന്ന വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. കണ്ടവരിവിടെ ഉണ്ടല്ലോ, ലൈവ് ഫുൾ കണ്ടവരുണ്ടല്ലോ. അപ്പൊ ഗബ്രിയോട് എനിക്ക് എന്താ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സഹതാപം തോന്നിപ്പോയി. കാരണം ഗബ്രിയുടെ ആ ഇരുത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് സഹതാപമായി തോന്നി. കാരണം ഗബ്രി ലാസ്റ്റ് ഇപ്പൊ 2 എപ്പിസോഡിൽ പറഞ്ഞ ഡയലോഗാണ് കാണിച്ചിരിക്കുന്നത്. ഇത്ര വരെ എത്തിക്കാൻ ഈക്വലി റെസ്പോൺസിബിൾ ആയിരുന്നു ജാസ്മിൻ അല്ലെ. ഇത്ര വരെ എത്തിച്ചത് ജാസ്മിൻ കൂടിയാണ്, രണ്ടുപേരും കൂടിയാ. എല്ലാ പ്രശ്നത്തിലും പുറത്താണ്. ഇതിപ്പോ ബിഗ് ബോസ് ഹൗസിലെ കാര്യം, പുറത്താണെങ്കിലും അല്ലെങ്കിലും ഒരു മെയിനായിട്ടൊരു കാര്യം നടക്കണ കാര്യമുണ്ട്. അത് ശരിയാണോ എന്ന് പറയണേ. ലാസ്റ്റ് എല്ലാം ആൺകുട്ടികളുടെ മാത്രം തലയിലിടുന്ന ഒരു പ്രവണത ഉണ്ട്. അത് ശരിയല്ല. എനിക്കൊരു ആൺകുട്ടീൻ്റെ ഒരു മോനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറയാറുണ്ട്, എടാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലാസ്റ്റ് ശ്രദ്ധിച്ചോണം, അവനാന്റെ തലയിൽ വീഴും. അത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയ കാര്യം കേട്ടോ. റിയൽ ലൈഫിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ഒരുമിച്ച് പെൺകുട്ടികളും നല്ല ഹോപ്പ് കൊടുത്ത് അതേ രീതിയിൽ കൊണ്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ആ നിൽക്കാനും അറിയാം. അവര് അതെ 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 എനിക്കൊരു മോളും ഉണ്ട്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. എന്റെ വീട്ടിൽ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അങ്ങനെ പറയല്ല, പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഞാൻ ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അവസാനം എല്ലാ കുറ്റവും ആൺകുട്ടിയുടെ തലയിൽ. അത് രണ്ടാളും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. പക്ഷെ ജാസ്മിൻ അത് അവൻ ഒറ്റയ്ക്കാക്കി ഇട്ട് കൊടുത്തില്ല. അതൊരു സമാധാനം, നല്ലൊരു കാര്യം. അതും കൂടി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ രീതിയിലും കൂടി നമ്മൾ വീഡിയോ ചെയ്യാം പറഞ്ഞു കേട്ടോ. ഗബ്രി അല്ല ഞാനും കൂടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ ആ വീഡിയോ കാണിച്ചതും ആ ഹൗസിലുള്ളവർ, ഇതൊന്നും പുറത്തുനിന്ന് വരാത്തവരുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഹൗസിലുള്ളവരും വിചാരിച്ചിട്ടുള്ളത് ജാസ്മിനെ കൺഫ്യൂസ്ഡ് ആക്കി. അതിൽ പക്ഷെ അൻസിബ മാത്രമേ ഒരു കറക്റ്റ് പോയിന്റ് പറഞ്ഞു. അയ്യോ എന്ത് മെച്ചോർഡായിട്ട് ആ കുട്ടി സംസാരിച്ചത്. സംഭവം എന്താ വെച്ചാൽ അൻസിബ പറഞ്ഞതാണ്, ഈ ഇവളല്ല വേണ്ട. സംഭവം എന്താ വെച്ചാൽ, ഒന്ന് ഗബ്രി കമ്മിറ്റഡ് അല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇതുവരെ ഗബ്രി പറഞ്ഞിട്ടുള്ളൂ. കമ്മിറ്റഡ് അല്ലാത്ത 10-25 അല്ലെങ്കിൽ 30 മുന്നേ കല്യാണം കഴിയാത്ത ഒരു ആൺകുട്ടിയുടെ പോലെയല്ല പുറത്തൊരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്, അത് 1, 2, 3 റിലേഷൻഷിപ്സ് കഴിഞ്ഞ് വീട്ടുകാരെല്ലാവരും ഉറപ്പിച്ചു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നൊരു പയ്യൻ പുറത്തുള്ള സമയത്ത് കാണിച്ചു കൂട്ടുന്ന പെൺകുട്ടി, അതും 10-23 വയസ്സായിട്ടുള്ള മെച്ചൂർഡായിട്ടുള്ള ഒരു പെൺകുട്ടി. 10-23 വയസ്സാണ് അത്യാവശ്യം നല്ല രീതിയിൽ 24 വോട്ടേവർ 20 എന്താണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് 19 വയസ്സിൽ നിന്ന് കുട്ടികൾ എന്താണെന്നുണ്ടെങ്കിൽ എത്രയായാലും. അപ്പം അതുപോലെയല്ല ഇതൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഈ രീതിയിൽ കാണിക്കുന്ന സമയത്ത് കൂടുതൽ തെറ്റുകാരി ഞാൻ പറയാം ജാസ്മിനെ പറയുള്ളൂ. ഞാൻ അങ്ങനെയും പറയണില്ല, ഞാൻ ഈക്വലി റെസ്പോൺസിബിൾ എന്ന് മാത്രമേ പറയുള്ളൂ. മാത്രമല്ല അൻസിബ പറഞ്ഞ കാര്യമാണ് സത്യം. പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇവിടെ വന്ന് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടിയല്ല. ലാലേട്ടനും ഏഷ്യാനെറ്റും ബിഗ് ബോസിന്റെ ക്രൂവും പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ജാസ്മിൻ ആരെങ്കിലും കൺഫ്യൂസ്ഡ് ആക്കണുണ്ടോ, ജാസ്മിന് കൺഫ്യൂഷൻ വരുന്നുണ്ടോ എന്നാണ് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ജാസ്മിന് കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്ന് കണ്ടസ്റ്റൻസിനെയും നമ്മളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ പ്ലേ ചെയ്തത്. അതിനാണ് അൻസിബ ചോദിച്ച ക്വസ്റ്റ്യൻ. അതിന് ആർക്കും ആൻസർ ഇല്ല. പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എന്തിനാ ഇവിടെ വന്ന് കൺഫ്യൂഷൻ, എന്തിനാ കൺഫ്യൂസ്ഡ് ആവുന്നത്? പിന്നെ നമ്മളൊക്കെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ വന്ന് നമുക്കൊരാളോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ, ഒരു കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു പയ്യന് എന്തിനാണ് നമ്മൾ ഹോപ്പ് കൊടുക്കുന്നത്? ഹോപ്പ് കൊടുത്തിട്ടില്ല
അങ്ങനെ പറയരുത്. അടുപ്പിച്ച് അത്രയും അടുപ്പിച്ചിട്ടുണ്ട്. അവസാനം രണ്ടുപേരും ഒരേപോലെയാണ്. അല്ലാണ്ട് ഗബ്രി മാത്രമല്ല. ഗബ്രിയുടെ ആ സൈലൻസ് ഉണ്ടല്ലോ, ശരിക്കും സങ്കടം വന്നുപോയി. ഗബ്രിക്കും ഇല്ലേ ഒരു ഫാമിലി, അച്ഛനും അമ്മ സിസ്റ്ററൊക്കെ ഇല്ലേ, അവർക്ക് വിഷമമായിട്ടുണ്ടാവില്ലേ? ഗബ്രിക്കൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥയിൽ നിന്നതേ. ജാസ്മിനെ സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഏഷ്യാനെറ്റ് വളരെ പ്രോപ്പർ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ലാലേട്ടനിലൂടെ അത് എക്സിക്യൂട്ട് ചെയ്തു. ഒക്കെ കൊളാക്കി സായി. ആ ഗബ്രി ഇന്ന് അത്രയും തല കുനിച്ച് വിഷമിച്ചിട്ട് ഒരു മനുഷ്യനാണ് അവനും. ശരിയാണ്, അവൻ കാണിച്ചു എന്താ അവര് കാണിച്ചത്? നമ്മളെന്നെ വിമർശിച്ചിട്ടുള്ള രണ്ടുപേരും. ഇപ്പൊ കാണുന്നവർക്ക് ഗബ്രീനെ സപ്പോർട്ട് ചെയ്യാം. ഒരിക്കലല്ല, ഗബ്രീനെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അവിടെ ഗബ്രീനെ ജാസ്മിനെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ആരും അവരൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഗബ്രീനെ മാത്രം കുറ്റപ്പെടുത്തരുതെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് കമന്റ് പറയണം കേട്ടോ, ഈ പറഞ്ഞത് ശരിയല്ലേ? ഒരാൾ മാത്രമാണോ റെസ്പോൺസിബിൾ? മാത്രമല്ല അവർ പറഞ്ഞു വരുത്തിച്ചത് എന്താന്ന് വെച്ചാൽ ജാസ്മിനെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് എന്ത് റിലേഷൻഷിപ്പാന്ന് അറിയേണ്ട ആ പെൺകുട്ടി ഇങ്ങനെ നടക്കുക. അതായത് ഗബ്രി ജാസ്മിനെ കൺഫ്യൂസ്ഡ് ആക്കുകയാണെന്ന്. ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടമാണ്, അതിലെന്താ തെറ്റ്? ആയിക്കോട്ടെ, അപ്പൊ ഇഷ്ടമാണ് പറഞ്ഞൂടെ? ജാസ്മിൻ നന്നായിട്ട് സംസാരിച്ചു ലാസ്റ്റ്. ഇനി ഒരിക്കലും ഗബ്രി കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾക്ക് പല ഇതുണ്ട്, ലിമിറ്റേഷൻ. നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ പറയല്ലേ, എണീറ്റ് പറയടാന്നല്ലേ? സ്വാഭാവികമായിട്ടും എണീറ്റ് പറയടാ, ചലഞ്ച് ചെയ്യാൻ പറയണം. ബിഗ് ബോസിനെ തിരിച്ച് ചലഞ്ച്, എനിക്കതൊക്കെ തോന്നിപ്പോയി. തിരിച്ച് ചലഞ്ച് ചെയ്യാൻ എന്താ ബാക്കിയുള്ള ഫുട്ടേജും കൂടി കാണിക്കാത്ത എന്താ? പിന്നെ അത് മാത്രമല്ല, എന്ത് രീതിയിലാണ് ഈ സംഗതി വളച്ചൊടിച്ചു കൊണ്ടുപോയി. ജാസ്മിൻ ഇട്ടുകൊടുത്തില്ല കേട്ടോ. ജാസ്മിൻ ഒപ്പം നിന്നു. അത് ഞാൻ സമ്മതിച്ചു. ആ പെൺകുട്ടിയെ സമ്മതിച്ചു. മാത്രമല്ല ജാസ്മിൻ പറഞ്ഞല്ലോ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെ അവള് പറഞ്ഞല്ലോ. വേറെ കാര്യമുണ്ട്, ഐ ലവ് യു എന്ന് പറയാ, കാണണോ എന്ന് ചോദിക്കുക. ഇതൊക്കെ പുറത്ത് പ്രേക്ഷകർ കണ്ടതാണ്. അന്നം തിന്നുന്ന ആൾക്കാർ പുറത്തിരിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റും പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കുന്നത്. ഗബ്രി അടുത്ത് വന്നിട്ട് നീ ഭയങ്കര സുന്ദരി എന്നൊക്കെ വിളിക്കുക, ഐ ലവ് യു പറയാ. ഇതൊക്കെ പറയണ സമയത്ത് ജാസ്മിന് പറഞ്ഞൂടെ, നീ ലിമിറ്റ് വിടുന്നുണ്ടടാ, ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ്, സംസാരിക്കല്ലേ, നീ ലിമിറ്റ് വിടണ്ടടാ എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞൂടെ? അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവനെ മാത്രം പറഞ്ഞിട്ട്, ഗബ്രീനെ മാത്രം പറഞ്ഞിട്ട് ആ ഇരിപ്പിക്ക് ഭയങ്കര വിഷമം. സൈലൻസും റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. കാരണം ലാലേട്ടന് ഇതായിട്ടുണ്ട്. ലാലേട്ടൻ ലാസ്റ്റത്തെ ആ ഹഗ്ഗൊക്കെ എനിക്ക് മനസ്സിലായി. മോനെ കയറി ഇരിക്കുന്നൊക്കെ പറഞ്ഞതൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ലാലേട്ടന് മനസ്സിലായി ഗബ്രിക്ക് ശരിക്കും വിഷമായിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഉണ്ടായത്. വളരെ മോശമായി പോയി. നാളേക്ക് എന്തുണ്ടാവും? അവരുടെ ഗെയിമിനെ മൊത്തം ബാധിച്ചു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. ജിൻഡോ പിന്നെ അതേമാതിരി എന്തോ ഒരു അടിപിടിയോടെ നടക്കുന്നത്. ജിൻഡോ എന്തോ കാര്യം പറഞ്ഞ ജാസ്മിനെ അങ്ങോട്ട് വെളുപ്പിച്ചിട്ട് ഇതിനൊക്കെ തിരി കൊളുത്തിരുത്തപ്പെടുത്താൻ പോയിട്ടുണ്ട്. സായിനോട് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. സംശയം ഏഷ്യാനെറ്റ് സായിനോട് പറഞ്ഞിട്ടുണ്ടാവോ? കാരണം ഈ വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് സായിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ടാവോ? എനിക്ക് അതുകൊണ്ടാണോ സായിക്ക് വലിയ പ്രശ്നം വരാത്തത്? എനിക്ക് അങ്ങനെ സംശയമുണ്ട്. കാരണം സായിനെ നമുക്ക് ഒറ്റയടിക്കായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതെന്താ അറിയാം, ഇത് ഇങ്ങനെ ഈ ഇമോഷണൽ ആയിട്ട് പറയാൻ കാരണം രണ്ടുപേരുടെയും കോർണർ ചെയ്തിട്ട് രണ്ടുപേരും ഈക്വൽ തെറ്റുകാരാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ക്ലിയർ ചെയ്തു. എന്താണ് ഏഷ്യാനെറ്റിന് എന്നുള്ളത് അറിയില്ല. എന്നിട്ട് അവളോട് ചോദിക്കുക, കൺഫ്യൂഷൻ ആണോ, എന്തെങ്കിലും ആരെങ്കിലും ബുദ്ധിമുട്ടിക്കണ്ടോ, ഇമോഷണലി പ്രോബ്ലം വരുത്തുന്നുണ്ടോ, എന്താ ജാസ്മിന്റെ പ്രശ്നം, ഞങ്ങളോട് പറയൂ, എല്ലാരും അറിയട്ടെ. എന്താ ഇത്ര പ്രത്യേകത ജാസ്മിന്? ഇതിപ്പോ സായി അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും അറിയോ? എല്ലാ വർഷവും ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അവര് ഈ ഗെയിമും കളിച്ചിങ്ങനെ പോകും, പുറത്തിറങ്ങും. ഒരു മാസം എല്ലാവരും ഇതിങ്ങനെ പറഞ്ഞു നടക്കും, അത് കഴിഞ്ഞ് എല്ലാവരും മറക്കും. ഇവര് പുറത്തിറങ്ങി ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, വീട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ അവരൊന്ന് സോൾവ് ആയി പോകുമായിരുന്നു. ഇതിപ്പോ അവിടെ കിടന്നിട്ട് അവര് വീട്ടുകാർ എന്താ പറയാ, എന്താ വിചാരിക്കാൻ തിരിച്ചിറങ്ങി ഒന്ന് സായിനോട് പേഴ്സണലി ചോദിച്ചാൽ സായി നമ്മളോട് നല്ല അടുപ്പക്കാരോട് സായി ഉള്ളത് സത്യം പറയും. കാരണം സായിക്ക് അതൊന്നും മൂടി വയ്ക്കാനുള്ള കഴിവില്ല. കാരണം സായി എല്ലാവരോടും വിളിച്ച് പറയും. ഞാൻ പറയണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ നടന്നിട്ട് സ്ക്രിപ്റ്റിന്റെ കേസ് പറയും. പറഞ്ഞതല്ല ഞാൻ പറയാം, ഓർത്ത് പറയത് പുറത്ത് വന്നിട്ട് അവരിത് അറിയണമെന്ന് വെച്ചാൽ ഇത്ര പ്രശ്നം വരില്ലേ? ഇതിപ്പോ അവർക്ക് അവരുടെ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് തുറന്നു പറയാനുള്ള. അപ്പൊ വീട്ടുകാരെന്താ വിചാരിച്ചിട്ടുള്ളത് പോലും അറിയാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ഗെയിം കളിക്കാനൊന്നും പറ്റില്ല. അപ്പം അതാണ് ഉണ്ടായത്. കുറേ പേര് പറയും ഏഷ്യ ഇത് പൊളിച്ചടക്കി, ലാലേട്ടൻ പൊളിച്ചു, മറ്റൊരു പൊളിച്ചു. ബിഗ് ബോസ് ഇത് ചോദിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ രീതിയിൽ ഒരാളെ മാത്രം കോർണർ ചെയ്തിട്ടല്ല, അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു എതിരഭിപ്രായം കേട്ടോ. അതെ ഗബ്രീനെ പറഞ്ഞത് കുറച്ച് കഷ്ടമായി പോയി. ഗബ്രീനെ മാത്രം പറഞ്ഞാലും പ്രശ്നമില്ല.
ഇത് എവിടെ പറഞ്ഞു, മറ്റുള്ള ഹൗസ് മെമ്പേഴ്സൊക്കെ എന്ത് പറഞ്ഞു, ഇവന് ഫിസിക്കലി ഏറ്റവും കൂടുതൽ ഇതിനേക്കാളും കൂടുതൽ നാണം കെടുത്തി റസ്മിന്റെ കാര്യം പറഞ്ഞിട്ട് നാണം കെടുത്തി. അത്ര മോശം നല്ലവൻ. അവൻ ജാസ്മിനോട് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കളി. വേറെ ആരോടും കളിച്ചിട്ടുണ്ടോ? വേറെ ഒരു പെണ്ണിനോടും ഇത് വിട്ടിട്ടുള്ള കളി. കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാണണല്ല, എനിക്ക് ഗബ്രീനെ അറിയില്ല, ഗബ്രീനെ ഇഷ്ടമല്ല. ഞാൻ എന്നാലും പറയാം, ഗബ്രി വേറെ പെണ്ണുങ്ങളോടൊന്നും ഇങ്ങനെ ഇല്ല, ഈ ജാസ്മിനോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. എന്നിട്ട് പിന്നെ അവിടെ എത്ര പെൺകുട്ടികളുണ്ട്, അവർക്കൊക്കെ ഇങ്ങനെ കളിച്ചൂടെ? അവരൊന്നും ചെയ്യണില്ലല്ലോ. ഒരു ലിമിറ്റ് ഉണ്ട്, എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. തൊടും പിടിക്കുന്നതൊന്നും തെറ്റല്ല, പക്ഷെ പലതിനും പല ലിമിറ്റ് ഉണ്ട്. റസ്മിനോട് പറഞ്ഞ കേസ് എന്താ? റസ്മിനോട് പറഞ്ഞത് പിന്നെ എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് റസ്മിനോട് ഞാൻ അത് കൂടല്ലേ എന്നാവും പറഞ്ഞത്. പക്ഷെ അത് മറ്റൊരു വളച്ചൊടിച്ച് ഏത് രീതിയിലാക്കി, സ്ക്രിപ്റ്റ് വൈസ് എല്ലാം കൂടി അത് ഈ രീതിയിൽ എങ്ങനെ അറിയോ? പിന്നെ എനിക്ക് ഫിസിക്കലി ഒന്നും കൂടി അട്രാക്ഷൻ തോന്നിയിട്ടുള്ള റസ്മിനോടാണ്. ആ സമയത്ത് റസ്മിൻ കൈകൊണ്ട് ഇങ്ങനെ തട്ടുന്നത്, സത്യം പറഞ്ഞാൽ ചക്ക ഇങ്ങനെ തലന്താത്തിരിക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ്. ഏകദേശം 11 മിനിറ്റോളം നമ്മളൊരൊറ്റ കാര്യം മാത്രം പറഞ്ഞു പോയതാണ്. ജസ്റ്റ് എന്താണെന്നുണ്ടെങ്കിലും വോട്ടെവർ അത് കഴിഞ്ഞു അല്ലേ ഇതോ. ബാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നു, എവിക്ഷൻ ഉണ്ടായില്ല, ജാൻമണി പുറത്തേക്ക് പോയില്ല, ശരണ്യം പോയില്ല. പുറത്തേക്ക് പോകണമായിരുന്നു, അതിനൊക്കെ പിടിച്ച് പുറത്താക്കണം. ജാൻമണി വെറുതെ കരഞ്ഞോണ്ടിരിക്കുക, ഒന്നും മനസ്സിലാവൂല. ജാൻമണിക്ക് അവിടെ നിൽക്കണേ ഇഷ്ടമല്ലായിരുന്നു. ഡ്രാമയാണ്, ആർട്ടിസ്റ്റ് വെറുതെ ചീപ്പ് ഡ്രാമ കാണിക്കുന്നത്. ശരണ്യ ഒന്നും പോകാറായിട്ടില്ല കേട്ടോ, ശരണ്യൊക്കെ നന്നായി കളിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ സിബിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജ്യോതിഷം, അടിപൊളിയായിരുന്നു. എന്തൊരു കഴിവുള്ള ബിഗ് ബോസ് കൊടുത്തതാണ് വിളിച്ചിട്ടേ, ഒരു പെന്നും പേപ്പറും കൊടുത്തു, സ്വന്തമായിട്ട് ഇരുന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡാൻസ് മൊത്തം കൊറിയോഗ്രാഫി ചെയ്തതും സൂപ്പറാണ്. നല്ല അങ്ങനത്തെ ഒരാൾ വന്നത് നന്നായി. അവിടെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പരിപാടികൾ കാണാൻ പറ്റി. പിന്നെ ഒരു കഥാപ്രസംഗം ഇവര് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ല അതിനെപ്പോഴാ കാണിക്കപ്പോ അറിയില്ല. ഇനിയിപ്പോൾ അൺകട്ട്സ് ആയിട്ട് മറ്റേ ഏഷ്യാനെറ്റിലേക്ക് വരുമോ എന്നുള്ളത് അറിയില്ലല്ലോ, മറ്റേ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇത് നാളെ പ്രൊമോയിലും നല്ലൊരു അടി നടക്കുന്നുണ്ട്. സിഗരറ്റ് കട്ട് ചെയ്തിട്ടോ. ഈ സിഗരറ്റ് വലി പുറത്തുനിന്ന് വലിക്കാത്തവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന കാരണം എന്താ അറിയോ? അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നവർ തമ്മിലും കുടിക്കുന്നവർ, എസ്പെഷ്യലി സിഗരറ്റ് വലിക്കുന്നവർ തമ്മിൽ ഒരു പ്രത്യേക രീതിയിലുള്ള കണക്ഷൻ ഉണ്ടായിരിക്കും. അത് ഭയങ്കര കണക്ഷനാണ്. നമ്മളെ ഗൾഫിലൊക്കെ ഇതോ ഈ പറഞ്ഞ പോലെ മറ്റുള്ള കമ്പനീസിനൊക്കെ 2-3 കമ്പനീസൊക്കെ സെയിം ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിലും സ്മോക്കിംഗ് ഏരിയയിൽ ചെന്ന് സ്മോക്കേഴ്സ് തമ്മിലൊക്കെ ഭയങ്കര കണക്ഷനായിരിക്കും. ഇവർ പ്രത്യേക ആത്മബന്ധവും. സിഗരറ്റ് വലിക്കാത്തവർക്ക് അത് എത്രയില്ല കണക്ഷൻ കിട്ടില്ല. ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ജിൻ്റെ പുറത്തുനിന്ന് തുടങ്ങാതെ ഇതിനുള്ളിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, നമുക്കറിയില്ല. അവൻ പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതിനുള്ളിൽ 6 മാസമായിട്ടുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ സൂര്യ നമസ്കാരം നമ്മളത് കോമഡിയൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും ഒരിക്കലും മോഹൻലാൽ ലാലേട്ടനൊന്നും ഇഷ്ടപ്പെട്ടില്ലേ തോന്നുന്നു. കാരണം ചന്ദനത്തിരി വെച്ചിട്ട് ചെയ്യുക സൂര്യ നമസ്കാരം എന്നാണ്. ചന്ദനത്തിന് വെക്കാറായിട്ടില്ല, കുറച്ച് കാലം കഴിയട്ടെ. അല്ല അങ്ങനെയൊക്കെ ലാലേട്ടനെ പോലെ ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഭ്രാന്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. ഇതൊക്കെ നമ്മളെ ഓരോ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഇതിൽ പറയാട്ടോ. നമ്മൾ പറയുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടാവൂലേ എന്നറിയില്ല. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയത്. ഒരാളെ അങ്ങോട്ട് ബലിയാടാക്കി, ഗബ്രീനെ അങ്ങോട്ട് ബലിയാടാക്കി, രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്തിട്ട് ഒരാളെ ബലിയാടാക്കി. അവള് ഹാപ്പി ആയിട്ടുണ്ടാവും. അവള് ഹാപ്പി ആയിക്കോട്ടെ, അതാ നല്ലത്. ഇനി പ്രശ്നമില്ലല്ലോ. ഓള് നാളെയും അറിയേണ്ടിയിരുന്നു. ചില ആൾക്കാർക്ക് അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയില്ല. ചില ആൾക്കാരുടെ കയ്യിലിരിപ്പും പരിപാടിയും അവരുടെ ക്യാരക്ടറും ചിലപ്പോൾ സ്മാർട്ട്നെസ് കൊണ്ടും വരാട്ടോ. പല ആൾക്കാർക്ക് നമ്മൾ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് സ്മാർട്ടായിട്ടുള്ള കുട്ടികളൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം അവരെപ്പോഴും നോട്ടീസ് ചെയ്യപ്പെടും, വേട്ടയാടപ്പെടും. ഇതൊന്നല്ല സംഭവം, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ എന്താ പറയുക, ഇമോഷണലായിട്ടൊക്കെ ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ചിലപ്പോൾ നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ ബിഗ് ബോസ് എന്ന ഷോനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് 1. രണ്ടാമത് നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ് 2. പിന്നെ നമുക്കും ഇതേപോലെ ഒരുപാട് പേരുടെ മെസ്സേജസ് വരും, ഇൻസ്റ്റാഗ്രാമിൽ വരും, ഇൻബോക്സിൽ വരും, ഫോൺ കോൾസ് വരും. ഇവരൊക്കെ വിളിക്കുന്ന സമയത്തും ഇതൊക്കെ ഒരു പറയുന്ന സംഗതികളുണ്ട്. അതൊക്കെയാണ് നമ്മളിലൂടെ പുറത്ത് വരുന്നത്. നമുക്കിപ്പോൾ എത്ര ഒരു എപ്പിസോഡ് കഴിയുന്ന സമയത്ത് ഒരു 10-12 കോൾസ് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. നെക്സ്റ്റ് ഡേ വിളിക്കുക, അവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷനാണ്. അപ്പോൾ അവരുടെയൊക്കെ ആശയങ്ങളൊക്കെ കൂടിയാണ് നമ്മളെല്ലാവരും കൂടി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് അതിൽ എതിരഭിപ്രായം ഉണ്ടാവട്ടെ, എതിരഭിപ്രായം മാന്യമായ രീതിയിൽ ദയവ് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ദയവ് ചെയ്ത്. കാരണം വെച്ചാൽ ഇപ്പോൾ കുറച്ച് കമൻറ്റ്സ് ഇത് കാണാണ്ട് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് നല്ലൊരു വേറൊരു സമയത്ത് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയണ്ട, നമുക്ക് ആൾക്കാരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ പറയാം. അത് ചിലപ്പോൾ അവരുടെ കൾച്ചർ അനുസരിച്ച് അവർ പ്രകടിപ്പിക്കുന്നതായിരിക്കും. ഇതോ നമ്മൾ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇത് ക്യാമറയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ ഈ രീതിയിലൊന്നും നല്ലല്ലോ അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല. ഒരു ഇതിലൊക്കെ അനോണിമസ് ആയിട്ട് ഞാൻ ഒരിക്കലും പറയാറില്ല. പക്ഷേ നമ്മൾ ക്ലോസ് ഗ്രൂപ്പിലൊന്നും ഇതുപോലെയല്ല ചില കമൻസിനും കാര്യങ്ങൾക്കൊക്കെ റിയാക്ട് ചെയ്യുക, ചില ആൾക്കാർക്ക് റിയാക്ട് ചെയ്യുക. പക്ഷെ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളനുസരിച്ച് നല്ല രീതിയിൽ പറഞ്ഞാൽ
വിമർശനങ്ങളായിക്കോട്ടെ, എത്രയോ വിമർശനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ അത്രയും ഏറ്റെടുത്തിട്ടേ പോകുന്നത്. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒരു 4-5 കമൻസ് ഉണ്ട്. ആ കമൻസിനുള്ള മറുപടി കൊടുത്തിട്ട് ഞാൻ ഈ ഇതൊന്ന് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഒഫൻസീവായിട്ട് ഫാമിലിനൊക്കെ പറയുന്ന രീതിയിലുള്ള കമൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവക്കൊക്കെ അങ്ങനത്തെ കമൻസ് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് വിഷമം വന്നു വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ രീതിയിലുള്ള കമൻസ് ഒഴിവാക്കിയത്. പക്ഷേ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ വിമർശിക്കണം നല്ല രീതിയിൽ. അപ്പോൾ ഇനി കുറച്ചൊക്കെ മോശമായ രീതിയിലും കുഴപ്പമില്ല, ഭയങ്കര എക്സ്ട്രീമൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് പ്രശ്നമുള്ളൂ. അല്ലാത്ത രീതിയിൽ ആസ് ലോങ് ആസ് നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ട് പോകാറ് നമുക്ക് അത്രയും സന്തോഷമുള്ളൂ. വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ലൈവ് തുടങ്ങിയിരുന്നപ്പോൾ ലൈവ് തുടങ്ങട്ടെ. ഇന്നാണോ ഇനി പ്രശ്നം എന്നറിയില്ല. ഗബ്രിയും അല്ല അതാ പ്രൊമോ കാണിച്ചല്ലേ, ഇപ്പം ഇനി രാത്രിയാണോന്ന് അറിയോ? അറിയാൻ പറ്റില്ല. ഇന്നത്തെ പരിപാടി എന്നുള്ള അറിയില്ലല്ലോ. എന്താണെന്നുണ്ടെങ്കിലും ലൈവ് വെച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ?